ഹലോ ഗൈസ്. ഇപ്പോൾ നമുക്ക് ബൊഗൈൻവില്ല എല്ലായിടത്തും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സീസണാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ, യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ എല്ലായിടത്തും ബൊഗൈൻവില്ലേഴ്സിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചതൊരു പിങ്ക് മജന്ത ആ ഒരു ഇത് കളറിലായിരുന്നു. പിന്നെ എൻ്റെ ഉള്ളത് വൈറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഒരു നല്ല വെയിലുള്ള ഈ ടൈമിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്നത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമുക്ക് എവിടെ നിന്നാലും പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യുന്ന ഒരു കളറൊക്കെയാണ് പലതിൻ്റെയൊക്കെ. അതിൽ തന്നെ ഇപ്പോൾ നാടൻ വെറൈറ്റീസും ഉണ്ട്, ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ് നട്ട് പിടിപ്പിച്ചെടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു മെത്തേഡിലൂടെ നമുക്ക് കമ്പ് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു മെത്തേഡും പറയുന്നത്. പെട്ടെന്ന് തളിരിലകൾ വരും കേട്ടോ ഇതിൽ. നമുക്ക് അതിനുള്ള ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ നട്ട് പിടിപ്പിച്ച ഒരു കമ്പാണ് കേട്ടോ. അതിൽ ഒന്നിൽ തളിരിലകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ നട്ട് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. ഇപ്പം ഞാനത് പെട്ടെന്ന് സെറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത് ആ കമ്പ് അതുപോലെ നട്ട് പിടിപ്പിച്ചതിന് ശേഷം ആ വീഡിയോയിൽ, അതായത് നേരത്തെ ചെയ്ത വീഡിയോ അല്ലേ, അതുപോലെ നട്ട് പിടിപ്പിച്ചതിന് ശേഷം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കമ്പ് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കമ്പ് നട്ട് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിക്കുക കേട്ടോ. അതിൽ നന്നായിട്ട് തന്നെ അതിൽ വെള്ളം ഒഴിക്കുക ഗൈസ്. എന്നിട്ട് ഇതുപോലൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പോളിത്തീൻ കവർ എടുക്കുക. ഈ കവർ എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ളൊരു ഫഞ്ചിസൈഡ്, ഇതിപ്പോൾ വേറെ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാഫ് എന്ന് പറഞ്ഞൊരു ഫഞ്ചിസൈഡാണ്. ഈ സാഫ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഈ പോളിത്തീൻ കവറിനകത്ത് സ്പ്രേ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഇലകൾക്ക് ചീച്ചലോ മറ്റോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻസോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലൂടെ സാഫ് സ്പ്രേ ചെയ്യുന്നത് തന്നെ. അതിനകത്തോട്ട് നന്നായിട്ട് സാഫ് സ്പ്രേ ചെയ്തതിന് ശേഷം ഈ കവറ് കണ്ടല്ലോ അതിനുള്ളിലാക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, വളച്ച് വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അത് താഴെ കുറച്ച് ഗ്യാപ്പ് അധികം വരാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള സെല്ലോ ടേപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റബ്ബർ ബാൻഡോ നന്നായിട്ട് വലിച്ച് താഴെ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇതുപോലെ ഒന്ന് വെക്കുക. ഇതൊരു നല്ല ഒരു ഷെയ്ഡായിട്ടുള്ള എന്നാൽ കുറച്ച് വെട്ടം കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുക. ഇത് ഇങ്ങനെ തന്നെ ഒരു 8-15 ദിവസം വെച്ചിരിക്കുക. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് കാണും, ഇതിങ്ങനെ വെച്ചാൽ പിടിച്ച് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു മൂടി വെക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഇതല്ല, ഞാൻ വേറെ ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ട്സാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബൊഗൈൻവില്ലയുടെ റിസൾട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് വെച്ചിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളായി കേട്ടോ ഇത് വെച്ചിട്ട് തന്നെ. കണ്ടോ, നിങ്ങൾക്ക് അതിൽ കൂടെ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ലീവ്സൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഇതെടുക്കുമ്പോൾ ഒന്ന് പയ്യെ ഒന്ന് എടുക്കുക കേട്ടോ, അത് ശ്രദ്ധിച്ച് എടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ഇങ്ങനെ കാണും. കാരണം ഇലകൾ തന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു കമ്പ് പോലും വാടിപ്പോയിട്ടില്ല, എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന മിക്ക കമ്പുകളും പിടിച്ച് കിട്ടുമെന്നുള്ളതാണ്. എന്നിരുന്നാലും ചിലത് നശിക്കാതെ നോക്കേണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചുമാണ്. കാരണം ചില സമയത്ത് ഇല ചീച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫംഗൽ അറ്റാക്കോ വരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ഇല വലുതായിട്ട് വരണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻറ്റ് കവർ വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ചെറിയ ഇലകൾ വരുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച ചെറിയ ഇലകൾ ഇങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോഴെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത്രയും ഇല വലുതാവണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതൊക്കെ ഞാൻ അങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നത്. കാരണം ഒരു കമ്പ് അതിൽ ഫംഗൽ അറ്റാക്ക് വന്നതിൻ്റെ ഒരു ഇതാണ്. ഞാൻ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു ഫംഗൽ അറ്റാക്ക് വന്നതിൻ്റെ ഒരു കമ്പാണ് ഇരിക്കുന്നത്. അതിനടുത്തിരിക്കുന്ന ഒരു കമ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചീച്ചലോ കാര്യങ്ങളോ വരാം. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ കമ്പിനെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് നമ്മുടെ സാഫ് ഒന്നുകൂടെ ഒന്ന് ഈ തണ്ടുകളിലും അതിൻ്റെ മൂട്ടിലായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും.
ഈ ഇല ചെറുതായിട്ടൊരു ചീച്ചിലുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. അതിൽ കണ്ടോ ചെറിയൊരു ഇല ഇങ്ങനെ അടർന്ന് വീണിട്ട് ഒരു ബ്ലാക്ക് കളർ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ, അല്ല വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാ കമ്പുകളും പിടിച്ച് കിട്ടാറുണ്ട്. ഗൈസ് ഞാൻ ഇത് വേറൊന്ന് ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. ഗൈസ് ഇങ്ങനെ ഈ കവർ വെക്കുന്നതിൻ്റെ പ്രത്യേകത എന്നറിയാമോ, ഇത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു ഹ്യൂമിഡിറ്റി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ബൊഗൈൻവില്ലകൾ സാധാരണ മഴ സമയത്ത് നട്ടുപിടിപ്പിച്ചെടുക്കാൻ കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ കവറിട്ട് ഇങ്ങനെ മൂടി വെക്കുമ്പോൾ അതിനകത്തൊരു ഹ്യൂമിഡിറ്റി, അതായത് മഴ പോലെ ഇങ്ങനെ ഈർപ്പവും കിട്ടിയിട്ട് കമ്പ് പിടിച്ച് കിട്ടാനുള്ള സാധ്യത അത് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ കവർ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഈ വെള്ളത്തുള്ളികൾ അതിൽ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം ഇതിനകത്ത് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ഞാൻ ഒരു സെല്ലോ ടിപ്പായിട്ടാണ് ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം വലിയ ചെടിച്ചട്ടിയാണ്, നമുക്ക് റബ്ബർ ബാൻഡ് ഇടാനുള്ള പോസിബിലിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ഞാനിത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. പയ്യെ ഈ സെല്ലോ ടാപ്പ് അടർത്തി മാറ്റിയതിന് ശേഷം കണ്ടോ ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു, എല്ലാ കമ്പുകളും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന എല്ലാ കമ്പുകളും കണ്ടോ, ഒരു കമ്പ് പോലും പിടിച്ച് കിട്ടാതിരിക്കുന്നില്ല, എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും ലീഫ് വന്ന് അത് ഫ്രഷായിട്ട് തന്നെ നിന്നിട്ടുണ്ട്, അതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് എൻ്റെ ഒരു ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. ഞാനിതിങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതെൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്, അതെനിക്ക് റിസൾട്ട് കിട്ടി, അതിന് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് വേറൊന്ന് എടുത്തു നോക്കാം. കണ്ടോ അതിലും എല്ലാ കമ്പുകളും പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു കമ്പ് പോലും പിടിച്ച് കിട്ടാതിരുന്നിട്ടില്ല, എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കൊച്ചു കമ്പുകളുണ്ടല്ലോ, അതൊക്കെ വേറൊരു കളറാണ്. ഞാൻ രണ്ട് വെറൈറ്റി ആയിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അതിൽ മുകളിൽ ഈ ഒരു ഇല ഞാൻ ചീച്ചിലുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ചിലതിൽ ഈർപ്പം തട്ടിയിട്ട് അതാണ് കുറച്ചിങ്ങനെ വാടി നിൽക്കുന്ന പോലെ ഇരിക്കുന്നത് കേട്ടോ. ബാക്കി ഈ താഴെ കാണുന്നതൊക്കെ വേറെ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വേറെ വെറൈറ്റിയും റൈറ്റ് സൈഡിലുള്ളത് മറ്റൊരു വെറൈറ്റിയും കൂടെയാണ്. ഗായ്സ് നിങ്ങളിത് കവറെടുത്ത് മാറ്റിയതിന് ശേഷം ആദ്യമേ കൊണ്ടുവന്ന് സൺലൈറ്റ് കൊണ്ടുവയ്ക്കല്ല്. ഇത് ഒരാഴ്ചയോളം ഷെയ്ഡിൽ വെച്ചതിന് ശേഷം മാത്രം സൺലൈറ്റിലോട്ട് വെക്കുക കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ മാറ്റിയതിന് ശേഷം പുറത്തുള്ള നമ്മൾ അന്തരീക്ഷമായിട്ട് കുറച്ച് പൊരുത്തപ്പെടാനായിട്ട് ഇതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഇല ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തണലത്ത് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം ഡയറക്റ്റ് സൺലൈറ്റ് വെക്കുക. ഗായ്സ് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊഗൈൻവില്ല എങ്ങനെ നട്ട് പിടിപ്പിച്ചെടുക്കാമെന്നുള്ളത് ഈസി ആയിട്ട്. അതിൻ്റെ റിസൾട്ടാണ് ഞാനിതിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അന്ന് നട്ട് പിടിപ്പിച്ച കമ്പുകളെല്ലാം എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആ കമ്പുകൾ പിടിച്ച് കിട്ടിയതിൻ്റെ വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാം അത് പിടിച്ച് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അങ്ങനെ നട്ട് പിടിപ്പിച്ച് പിടിച്ച് കിട്ടിയിട്ടുള്ള കമ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻസ് ആയിട്ട് താഴെ എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.